പാണ്ഡവരുടെ വനവാസകാലത്ത് പാണ്ഡവരെ സന്ദർശിച്ച സന്യാസിമാർ ഹസ്തിനാപുരത്തിൽ എത്തിച്ചേരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പാണ്ഡവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. താൻ മൂലം കൂടെയാകുന്നു ആ രാജകുമാരന്മാർക്കും ആ രാജകുമാരിക്കും ഈ ഗതി വന്നത് എന്നോർത്തുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വിലപിക്കുന്നു. ഈ സന്ദർഭം ശകുനി ഒളിച്ചു നിന്ന് കാണുന്നു. തുടർന്ന് കർണനോട് കൂടിയിരിക്കുന്ന ദുര്യോധനനോട് ഇവയെല്ലാം ചെന്ന് പറയുന്നു. കർണനാവട്ടെ ശത്രുക്കളുടെ ഈ ദുരവസ്ഥ കണ്ടുകൊണ്ട് അത് നേരിട്ട് പോയി കാണുവാനുള്ള ഉപായങ്ങളെല്ലാം പറഞ്ഞു നൽകുന്നു. മഹാപടയോടുകൂടി കർണന്റെ ആശയത്തിന്റെ ഫലമായി ദുര്യോധനൻ പുറപ്പെടുന്നു. അങ്ങനെ ആ അടവിയിൽ അവരേവരും എത്തിച്ചേരുന്നു. തുടർന്ന് കൂടാരങ്ങൾ കെട്ടി അവിടെ പാർക്കുന്നു. ദൈത്യവന സരസിന്റെ തീരത്തായി കൂടാരങ്ങൾ കെട്ടി താമസിച്ച രാജാവിന്റെ കിങ്കരന്മാരോട് സരസിൽ നീരാടുന്ന ഗന്ധർവന്മാരെ കാണുന്നു. ദുര്യോധനൻ അവിടേക്ക് ആഗതനാകാൻ ഉള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ഗന്ധർവന്മാർ അവിടെ നിന്ന് പോകണമെന്നും പറയുന്നു. ഗന്ധർവന്മാരുടെ ഭീഷണിയിൽ ഉടനെ തന്നെ കിങ്കരന്മാരെല്ലാം ഓടിച്ചെന്ന് ദുര്യോധനന്റെ അടുത്തെത്തി. ആ ഗന്ധർവന്മാർ പറഞ്ഞ വാക്കുകളെല്ലാം ദുര്യോധനനോട് പറഞ്ഞു. തൻ്റെ സൈന്യത്തെ ഗന്ധർവന്മാർ തടഞ്ഞത് അറിഞ്ഞപ്പോൾ അമർഷനായ ദുര്യോധനൻ ഇപ്രകാരം സൈനികരോട് പറഞ്ഞു: എനിക്ക് അപ്രിയമായ ധർമ്മം ചെയ്ത പരീക്ഷകളെ ഇനി വച്ചേക്കരുത്. ദേവന്മാരോടെല്ലാവരോടും കൂടി തന്നെ ദേവേന്ദ്രൻ തന്നെ വന്ന് ക്രീഡിക്കുക ആണെങ്കിൽ പോലും ഒരൊറ്റ എണ്ണത്തിനെ പോലും വെറുതെ വിടരുത്. സകലതിനെയും പ്രഹരിക്കണം. ദുര്യോധന മഹാരാജാവിന്റെ കൽപ്പന കേട്ടുകൊണ്ട് മഹാബലന്മാരായ ധാർതരാഷ്ട്രന്മാരും, അതായത് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മറ്റ് പുത്രന്മാരും അനേക സഹസ്രം യോദ്ധാക്കളും യുദ്ധത്തിന് തയ്യാറായി. അവർ ഗന്ധർവന്മാർ തടഞ്ഞതിനെ വകവെക്കാതെ ബലമായി വനത്തിലേക്ക് വന്നു കയറി. അവരിൽ നിന്നും പൊങ്ങിയ സിംഹനാദത്തിൽ ദിക്കുകളൊക്കെ മുഖരിതം ആയി. ഉടനെ തന്നെ കൗരവരുടെ സൈന്യത്തെ ഗന്ധർവന്മാർ തടഞ്ഞു. രാജാവോടുകൂടിയ ആ ധാർതരാഷ്ട്രന്മാർ പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടരല്ലെന്ന് അറിഞ്ഞ ഗന്ധർവന്മാർ ഉടനെ ചെന്ന് തങ്ങളുടെ രാജാവായ ചിത്രസേനനെ കാര്യം അറിയിച്ചു. ഏറ്റവും അമർഷനായ ചിത്രസേനൻ അഹങ്കാരിക്കൂട്ടരെ വേണ്ടമാതിരി ശിക്ഷിക്കുക, അവരെ പ്രഹരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടരോടുകൂടി കൽപ്പിച്ചു. രാജാവിൻ്റെ അനുമതി കിട്ടിയതോടുകൂടി ഗന്ധർവന്മാർ ധാർതരാഷ്ട്രന്മാരുടെ നേരെ ഇടഞ്ഞു കയറി. ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഗന്ധർവന്മാർ പാഞ്ഞു വന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ കാൺകെ തന്നെ കൗരവ സൈന്യം ചിതറി ഓടി. തൻ്റെ കൂട്ടരെല്ലാവരും ഓടുന്നത് കണ്ട് വീരനായ രാധേയൻ പിന്മാറിയില്ല. ഗന്ധർവന്മാരുടെ കയറ്റത്തെ കർണൻ തൻ്റെ ഉൾക്കടമായ ശരധാര കൊണ്ട് നിർത്തി. കത്തിയമ്പ്, ഉളിയമ്പ് മുതലായ ശരങ്ങൾ ഗന്ധർവന്മാരിൽ ആ സൂതപുത്രൻ ചൊരിഞ്ഞു. ഗന്ധർവന്മാരുടെ ശിരസ് ഓരോന്നായി നിലത്ത് വീഴ്ത്തിക്കൊണ്ട് പോരാടി. ക്ഷണം കൊണ്ട് ചിത്രസേനന്റെ സൈന്യത്തെ കഠിനമായി മർദ്ദിച്ചു കർണൻ. ധീമാനായ കർണൻ കൊല്ലുന്ന സമയത്തും ഗന്ധർവ ഭടന്മാർ പിന്മാറാതെ തന്നെ എതിർത്തു. 100ഉം 1000ഉം ഗന്ധർവന്മാർ ഒന്നിച്ച് കൂടി എതിർത്തു. ആ ധരണീതലം അപ്പോൾ ഗന്ധർവന്മാരുടെ ഒരു കൂട്ടമായി തന്നെ തീർന്നു. ചിത്രസേനന്റെ ഗന്ധർവ സൈന്യം വിടാതെ തന്നെ പോരാടി നിന്നു. ഇത് കണ്ടുകൊണ്ട് കർണനും ശകുനിയും ദുശാസനനും വികർണനും മുതലായ ധാർതരാഷ്ട്രന്മാർ ഏവരും തന്നെ ഗരുഡധ്വനി ചേർന്നുകൊണ്ട് രഥങ്ങളിൽ കയറി വന്ന് കർണനെ മുൻനിർത്തി ശത്രു സൈന്യത്തോട് എതിർത്തു. സംഘബലത്തോടു കൂടി ആ മഹാരഥന്മാർ ശരിയായി തേര് നടത്തി. കർണന്റെ രക്ഷയ്ക്കായി ഗന്ധർവന്മാരിൽ ശരങ്ങൾ ഓരോന്നായി ചൊരിഞ്ഞു. ഇങ്ങനെ ഗന്ധർവന്മാരും കൗരവന്മാരും ഇടകലർന്നതുമൂലം ഘോരമായ യുദ്ധം അവിടെ നടന്നു. രോമഹർഷനായ ആ ആയുധത്തിൽ ഗന്ധർവന്മാർ ശരപീഡിതരായി തളർന്നു. കുഴങ്ങി വലഞ്ഞ ഗന്ധർവന്മാരെ നോക്കി കൗരവന്മാർ ഹർഷാരവം മുഴക്കി. ഗന്ധർവ ഭടന്മാർ ഭീതരായത് കണ്ടപ്പോൾ അമർഷനായ ചിത്രസേനൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ശത്രു സൈന്യത്തെ കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ തുടങ്ങി. മായാമാർഗം സ്വീകരിച്ച് മായാ അസ്ത്രങ്ങളാൽ പോരാടി.
ചിത്രസേനന്റെ മായായുദ്ധത്തിൽ കൗരവപ്പട തളർന്നു വീണു. ധാർതരാഷ്ട്ര സൈന്യത്തിലെ ഓരോ ഭടന്മാരോടും 30 ഗന്ധർവന്മാർ വീതം പോരാടി എതിർത്തു. മഹത്തായ ഗന്ധർവന്മാരുടെ ബലം കണ്ടുകൊണ്ട് ഭീതരായി തീർന്നു. അവർ ജീവനിൽ കൊതിയോടെ ഓടിത്തുടങ്ങി. കൗരവ സൈന്യം ഇപ്രകാരം ചിന്നിച്ചിതറി ഓടിയിട്ടും വൈകർത്തനായ കർണൻ പർവ്വതം പോലെ കുലുങ്ങാതെ നിന്നു. കർണനോട് ഒപ്പം കഠിനമായ മുറിവ് പറ്റിയ ദുര്യോധനനും ശകുനിയും ഗന്ധർവന്മാരോട് ഇടഞ്ഞു തന്നെ നിന്നു. ഗന്ധർവന്മാർ ആയിരക്കണക്കിന് കർണന്റെ നേരെ പാഞ്ഞു ചെന്നു. വാൾ, കുന്തം, ശൂലം, ഗദ എന്നിവയാൽ കർണനെ കൊല്ലുവാൻ ചുറ്റും കൂടി നിന്ന് ആയുധങ്ങൾ പ്രയോഗിച്ചു. ചിലർ കർണന്റെ രഥത്തിലെ നൂകത്തെയും, ചിലർ കൊടിയടയാളത്തെയും, ചിലർ അച്ചുതണ്ടിനെയും, ചിലർ കുതിരകളെയും, ചിലർ സാരഥിയെയും, മറ്റു ചിലർ രഥത്തിന്റെ കീഴ്ത്തട്ടിനെയും മേൽത്തട്ടിനെയും ശസ്ത്രപ്രയോഗത്താൽ തകർത്ത് വീഴ്ത്തി. ഇപ്രകാരം അനേകായിരം ഗന്ധർവന്മാർ കൂടി കർണരഥം പൊടിപൊടിയാക്കി. ഉടനെ സൂതപുത്രൻ തേരിൽ നിന്നും ചാടി ഇറങ്ങി. ഒടുവിൽ കർണൻ ഗത്യന്തരമില്ലാതെ വാളും പരിചയമെടുത്ത് ജീവരക്ഷയ്ക്കായി വികർണന്റെ രഥത്തിൽ ചാടിക്കയറി കുതിരകളെ ഓടിച്ച് അവിടെ നിന്നും മറഞ്ഞു. ഗന്ധർവന്മാരെ ഭയന്നുകൊണ്ട് കർണൻ ഓടി. ധാർതരാഷ്ട്രന്മാർ നോക്കി നിൽക്കെ സൈന്യം പാഞ്ഞുപോയി കർണന്റെ പുറകെ. തൻ്റെ സൈന്യം പിന്തിരിഞ്ഞ് ഓടിക്കളഞ്ഞപ്പോഴും തൻ്റെ ഭ്രാതാക്കന്മാർ തോറ്റു ഓടിയിട്ടും ദുര്യോധനൻ പിന്മാറിയില്ല. തൻ്റെ നേരെ ഇരമ്പിക്കയറുന്ന ഗന്ധർവ സൈന്യത്തിൻ്റെ നേരെ ആ ധാർതരാഷ്ട്രൻ മഹത്തായ ശരവർഷം ചൊരിഞ്ഞു. ഗൗനിക്കാതെ ദുര്യോധനവധത്തിനായി ഒരുങ്ങിയ ഗന്ധർവന്മാർ ആ കൗരവന്റെ രഥത്തെ വളഞ്ഞു. അവന്റെ രഥത്തിന്റെ അച്ചുതണ്ട്, നുകം, തട്ട്, കൊടി, സാരഥി, കുതിരകൾ, മെത്ത എന്നിവയെല്ലാം ശരങ്ങൾ കൊണ്ട് ഗന്ധർവന്മാർ എള്ളിൻമണി പോലെ ശകലങ്ങളാക്കി തകർത്ത് വിട്ടു. തേര് ഉടഞ്ഞതുമൂലം ദുര്യോധനൻ നിലത്ത് വീണു. ദുര്യോധനനെ ജീവനോടെ പിടിച്ചു കെട്ടുവാൻ മഹാബാഹുവായ ചിത്രസേനൻ ഓടിച്ചെന്ന് പിടികൂടി. അവനെ പിടിച്ച് ബലമായി കൈകാലുകൾ കൂട്ടിക്കെട്ടി. ഉടനെ രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ദുശാസനനെയും അവർ രഥത്തിൽ ചാടിക്കയറി പിടിച്ചു കെട്ടി. വിവിംശതി, വിന്ദൻ, അനുവിന്ദന്മാർ മുതലായ മറ്റ് ധാർതരാഷ്ട്ര സന്താനങ്ങളെയും എല്ലാ രാജപത്നിമാരെയും ഗന്ധർവന്മാർ കൂട്ടം കൂട്ടമായി വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ധാർതരാഷ്ട്രന്മാരൊക്കെയും ഗന്ധർവരാജാവായ ചിത്രസേനന്റെ അടിമകൾ ആയിത്തീർന്നു. ചിന്നിച്ചിതറിയപ്പോൾ മുമ്പേ തോറ്റോടിപ്പോയ സൈനികന്മാർ അവരുടെ എല്ലാ പടക്കോപ്പുകളും വാരിയെടുത്ത് പാണ്ഡവരെ ശരണം പ്രാപിച്ചു. ആ ധാർതരാഷ്ട്രന്മാർ, അതായത് കർണന്റെ വാക്കുകൾ കേട്ട് പാണ്ഡവരുടെ ദുരവസ്ഥ കണ്ട് ആസ്വദിക്കുവാനായി വനത്തിലേക്ക് പുറപ്പെട്ട ധാർതരാഷ്ട്രന്മാർ, അതായത് ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ. ആ സൈനികരേവരും കേണ് പറഞ്ഞു, മഹാബാഹുക്കളായ പാണ്ഡവന്മാരെ, മഹാബലനും പ്രിയദർശനുമായ ദുര്യോധനനെ ഗന്ധർവന്മാർ ഇതാ പിടിച്ചിരിക്കുന്നു. ദുശാസനൻ, ദുർവിഹൻ, ദുർജയൻ മുതലായ ധാർതരാഷ്ട്രന്മാരെയും എല്ലാ രാജപത്നിമാരെയും ഗന്ധർവന്മാർ ബന്ധിച്ചിരിക്കുന്നു എന്ന് പാണ്ഡവരുടെ സമക്ഷം ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. സൈനികന്മാർ, ഞങ്ങളുടെ രാജാവിനെ മടക്കി കിട്ടുവാനായി കൗരവ മന്ത്രിമാരോട് കൂടിയ സൈനികപ്പട ദുഃഖാർത്തരായി ധർമ്മപുത്രരുടെ അടുത്തേക്ക് ചെന്ന് നിലവിളിച്ച് അപേക്ഷിച്ചു. ഇപ്രകാരം വിലപിച്ച് അപേക്ഷിക്കുന്ന സൈനികരെയും മന്ത്രിമാരെയും കണ്ടുകൊണ്ട് വൃകോദരൻ ദുര്യോധനന്റെ ആ കൂട്ടത്തോട് ഇപ്രകാരം പറഞ്ഞു, മഹാമന്ത്രിമാരെ, ഞങ്ങൾ ചെയ്യേണ്ട കൃത്യം ഇപ്പോൾ ഗന്ധർവന്മാർ നിർവഹിച്ചിരിക്കുന്നു. ആനകളെയും കുതിരകളെയും ചേർത്ത് മഹത്തായ പ്രയത്നം ചെയ്ത് ഞങ്ങൾ അനുഷ്ഠിക്കേണ്ട കർമ്മം ഗന്ധർവന്മാർ ഇപ്പോൾ അനുഷ്ഠിച്ചിരിക്കുന്നു. മറിച്ച് വല്ലതും ചെയ്യുന്നവർക്ക് ഫലവും മറിച്ച് തന്നെ ലഭിക്കും. കള്ളച്ചൂത് ഉണ്ടാക്കി തീർത്ത ആ രാജാവിൻ്റെ ദുർമന്ത്രത്താൽ ഇത് സംഭവിച്ചു. അശക്തരെ ദ്വേഷിച്ചാൽ അവരെ അന്യന്മാർ ആരെങ്കിലും അടിച്ചു വീഴ്ത്താതെ ഇരിക്കില്ല. ഇപ്പോൾ മനസ്സിലായോ? ഗന്ധർവന്മാർ ഇപ്പോൾ ചെയ്തത് അതിമാനുഷികമായ വളരെ നന്നായുള്ളൊരു കർമ്മമായി. ഭാഗ്യത്താൽ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പ്രിയം ചെയ്യുന്ന ചിലരും ഉണ്ടല്ലോ.
എന്തായാലും ഞങ്ങളുടെ ഭാരം ഇപ്പോൾ ഒഴിഞ്ഞു. വെയിലും തണുപ്പും കാറ്റുമേറ്റ് തപസ് കൊണ്ട് തളർന്ന ഈ ഞങ്ങളെ, ഈ വിഷമസ്ഥന്മാരെ, സ്വസ്ഥനായി വസിക്കുന്ന ആ ദുർബുദ്ധിക്ക് ഒന്ന് വന്ന് കണ്ട് രസിക്കണമത്രേ. അതിനാണ് അവനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ദുരാത്മാക്കളും അധർമ്മകർമാവുമായ ആ ദുര്യോധനൻ, അവനെപ്പോലെയുള്ള അവൻ്റെ കൂട്ടുകാരും, പ്രത്യേകിച്ച് കർണൻ, അവരുടെ ദുഷ്ടവിചാരത്തിൻ്റെ ഫലമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അധർമ്മം ചെയ്യുന്നവരെ ഇങ്ങനെ തന്നെ വേണം ശിക്ഷിക്കുവാൻ. അവൻ ഒരിക്കലും മര്യാദക്കാരൻ ആകുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രോധത്താൽ ശബ്ദം മാറി ഇപ്രകാരം ദുര്യോധന മന്ത്രിമാരോട് ഭീമസേനൻ വളരെ പരുഷകരമായ വാക്കുകൾ പറഞ്ഞു.